ഇസ്രയേലിന്റെ ഈ പൂർണ്ണ സുരക്ഷ എന്ന ഈ വാദത്തെ അതിന്റെ മുനയൊടിക്കാനുള്ള നീക്കം ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും ഉണ്ടാകുന്നുമുണ്ട്. ഈ വാദത്തിന്റെ മുനയൊടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോഴും മറ്റ് പലയിടങ്ങളിൽ നിന്നും പുറത്തും വരുന്നത്. അവസാനത്തെ ഉദാഹരണം എന്ന നിലയിലാണ് അന്താരാഷ്ട്ര തലത്തിലെ അന്വേഷണാത്മക റിപ്പോർട്ടർമാരുടെ കൂട്ടായ്മ പേപ്പർ ട്രയൽ മീഡിയ പുറത്തുവിട്ട ചില റിപ്പോർട്ടുകൾ. 2000-ന് മുകളിൽ ഇസ്രായേലി വ്യോമസേന അംഗങ്ങളുടെ വിവരങ്ങളും രേഖകളും ഹമാസ് ശേഖരിച്ചതായി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സൈനികരുടെ പൂർണ്ണ നാമം, ബേസ്, യൂണിറ്റ്, ID നമ്പർ, മൊബൈൽ ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ, കുടുംബ അംഗങ്ങളുടെ പേര്, ഈ പരേഡുകൾ, അതുപോലെ തന്നെ ലൈസൻസുകൾ, കാർഡുകൾ, ക്രെഡിറ്റ് കാർഡ് നമ്പറുകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങിയവയാണ് ഹമാസിന് ലഭിച്ചത് എന്നാണ് വിവരം. എന്നാൽ ഈ വിവരങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും തെറ്റാണ് എന്നും ഇസ്രായേലും വാദിക്കുന്നു. ഹമാസ് തയ്യാറാക്കിയ 2000-ലധികം പേജ് വരുന്ന റിപ്പോർട്ട് അന്വേഷണാത്മക റിപ്പോർട്ടർമാരുടെ സംഘത്തിന് കൈമാറുകയും പരസ്യമാക്കുകയും ചെയ്തു. ജർമ്മൻ മാധ്യമ സ്ഥാപനമായ സെയ്ത്ത്, ആൻഡ്രിയൻ മാധ്യമമായ സ്റ്റാൻഡേർഡ്, ഇസ്രയേലി പത്രമായ ഹാർട്ടേസ് എന്നിവയുമായി സഹകരിച്ചായിരുന്നു പേപ്പർ ട്രയൽ മീഡിയയുടെ ഈ പ്രവർത്തനം. ഗസയിലെ കുട്ടികളെ കൊന്നതിനുള്ള പ്രതികാരം എന്നാണ് റിപ്പോർട്ടിന് ഹമാസ് നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഹമാസിന് ഈ വിവരങ്ങൾ ലഭിച്ചത് ഇസ്രയേലിന്റെ മറ്റൊരു സുരക്ഷാ വീഴ്ചയാണ് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഹമാസിന്റെ കൈവശമുള്ളതെല്ലാം തന്നെ തെറ്റായ വിവരങ്ങളാണ് എന്നാണ് ഇസ്രയേൽ പറയുന്നത്. അങ്ങനെ പെട്ടെന്നൊന്നും ഇസ്രയേലിലെ ജവാന്മാരുടെ അല്ലെങ്കിൽ ഇസ്രയേലിലെ സൈനികരുടെ വിവരങ്ങളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഹമാസിന് കൈക്കലാക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ് ഇസ്രായേൽ. ഇനി ബുദ്ധികേന്ദ്രങ്ങൾ പ്രയോഗിച്ചുള്ള അല്ലെങ്കിൽ അത്തരം യുദ്ധങ്ങൾ നടത്താനും ഹമാസിന് മടിയില്ല. ബന്ദികളെ വെച്ചുള്ള വിലപേശലുകളും ബന്ദികളെ വെച്ചുള്ള ഈ യുദ്ധമുഖവും ഒക്കെ തന്നെ തയ്യാറാക്കാനും തലച്ചോർ ഉപയോഗിച്ചുള്ള യുദ്ധം കളിക്കുവാനും നന്നായി ഹമാസിനറിയാം. അതിന്റെ മറ്റൊരു തരത്തിലേക്കാണ് ഈ ഒരു വിവരശേഖരണങ്ങളും അല്ലെങ്കിൽ ഈ വിവരം തന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. സൈബർ സുരക്ഷ ഒരുക്കുന്നതിൽ വിവിധ ഇസ്രായേലി ഏജൻസികളുടെ പരാജയമാണിതെന്നും ചൂണ്ടിക്കാണിക്കുന്നവർ അധികമാണ്. ഇത്തരം വിവരങ്ങൾ ചോരുന്നതിലൂടെ ആയിരക്കണക്കിന് ഇസ്രായേലി കുടിയേറ്റക്കാർ വിവിധ ഭീഷണികൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നും ഇന്റലിജൻസ് നിരീക്ഷണം വരികയാണ്. വിദേശത്ത് നിയമപരമായ നടപടികൾ, പ്രതികാര ആക്രമണങ്ങൾ തുടങ്ങിയവ ഇവർ നേരിടാൻ സാധ്യതയുണ്ട് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഹമാസ്, ഇറാൻ, ഹിസ്ബുള്ള എന്നിവർ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് സൈബർ യുദ്ധത്തിൽ വിദഗ്ധനായ കേണൽ ഡോക്ടർ ഗാബി സിബോണി പറയുന്നത്. ഇത്തരം വിവരങ്ങൾ ചോരുന്നത് ഇസ്രായേലി പൗരന്മാർക്ക് ഭീഷണിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ വിവിധ വെബ്സൈറ്റുകൾക്ക് നേരെ സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്.